ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കപ്പിന് ഒരു കപ്പാണ് കേട്ടോ ഞാൻ ഗോതമ്പ് നുറുക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് നുറുക്കൊന്ന് ഈ കപ്പിലേക്ക് ഇട്ട് അളന്നെടുക്കാം. അപ്പോൾ ഞാൻ ഈ കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കപ്പിലേക്ക് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിൻ്റെ ശേഷം അതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ റവയൊക്കെ വറുക്കൂലേ ഉപ്പുമാവിന് വേണ്ടിയിട്ട്, അത് പോകണം ഈ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഈ ഗോതമ്പ് നുറുക്കൊന്ന് വറുത്തെടുത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വറുത്തെടുത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം. ഇത് വറുക്കാതെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വറുത്തുണ്ടാക്കിയാലൊരു ടേസ്റ്റ് കൂടും, പിന്നെ അങ്ങനെ കട്ട കെട്ടുമൊന്നുമില്ല കേട്ടോ. വറുക്കാതെ വെച്ചാലൊരു കട്ട കെട്ടലും അങ്ങനെ ഒരു ഉണ്ടായി നിൽക്കലൊക്കെ ആണല്ലോ, ഒരു കൂടുതൽ വെന്ത് പോയണൊക്കെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇത് വറുത്ത് വെച്ചാൽ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറവായിട്ടുണ്ട്. ഇതിന് തീ ഓഫ് ചെയ്യാം. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുക്കണം കേട്ടോ. ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് ഞാൻ എടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കഴുകട്ടെ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാരറ്റും ഇഞ്ചിയും പച്ചമുളകും വെല്ലുള്ളിയും കറിവേപ്പിൻ്റെലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പും കടുകും ഒക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വെല്ലുള്ളി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ചിലർക്ക് കൂടുതൽ വേണ്ടി വരും, അപ്പോൾ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിവിടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വെല്ലുള്ളിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റും ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത്ര ഇടുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് വാടി വന്നതിന് ശേഷം 2 തണ്ട് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തളിച്ച വെള്ളമൊന്നും അല്ല കേട്ടോ എടുത്തത്, പച്ചവെള്ളം തന്നെയാണ് എടുത്തത്. ഞാനിപ്പോൾ ഗോതമ്പ് നുറുക്ക് എടുത്ത കപ്പില്ലേ, ആ കപ്പിന് 1 കപ്പ് ഗോതമ്പ് നുറുക്കിന് 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു 1.5 കപ്പ് മതിയാവും. അപ്പോൾ ഞാൻ അല്ലാതാണല്ലോ വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുത്ത് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പം കുറച്ചൊന്ന് മുന്നിൽ നിൽക്കാൻ മാത്രം ഉപ്പിടണം കേട്ടോ. അപ്പോൾ നമ്മൾ നുറുക്കും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിനും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തളിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ച ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം ഇത്രയും മതി. ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ ഇത്രയും ആവശ്യമായ വെള്ളം മതി. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാക്കണം നല്ലോണം തളിച്ച് വരുന്നുണ്ട്. അപ്പോൾ മൂടിയൊക്കെ തുറന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. മേലുള്ള വെള്ളമൊക്കെ വറ്റിക്കുന്നു. അപ്പോൾ ഇനി തീയൊന്ന് കുറച്ച് വെക്കാം. ചെറിയ തീയിലിനി ഒന്നും കൂടി മൂടി വെച്ച് ഞാൻ വേവിച്ചെടുക്കാം. ഇനി തീ വളരെ കുറവ് മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ച് ഇങ്ങോട്ട് എടുത്തതിൻ്റെ ശേഷം തീയൊക്കെ ഓഫാക്കാനായിരിക്കണം കേട്ടോ. ഇതിന് തീ ഇല്ലാതെ ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ഇങ്ങനെ എടുക്കേണ്ടതുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനി നല്ലോണം കൂട്ടി വെക്കാതെ ഒന്ന് ചിക്കിയിട്ട് കൊടുത്തിട്ട് ഒന്ന് 2 മിനിറ്റും കൂടി മൂടി വെക്കാം. അപ്പോൾ തീ ഞാൻ ഓഫാക്കിക്കണം കേട്ടോ. ഇനി തീ കത്തിക്കേണ്ട. അപ്പോൾ 2 മിനിറ്റും കൂടി അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അടിച്ച് വെക്കണ്ട. അപ്പോൾ ഒന്ന് ആവിയൊക്കെ ഒന്ന് പോയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ.
അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കട്ടയൊന്നും കെട്ടാതെ നല്ല സോഫ്റ്റായ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.